ഹെന്ന ഹെന്ന അല്ല ഹെന മെഹർ. ഹെന്ന മെഹ്റിനാണ് കോഴിക്കോട് നിന്നാണ് എബി വരുന്നത്. അപ്പോൾ അറബിക് ഗാനത്തിലാണ് കുട്ടിക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇന്നായിരുന്നു മത്സരം. ഇന്ന് മത്സരം കഴിഞ്ഞേ ഉള്ളൂ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മത്സരം? മത്സരം എല്ലാവരും എന്താ പറയുക, ഒന്നിനൊന്ന് മെച്ചായിരുന്നു. നല്ല ടഫ് കോമ്പറ്റീഷൻ തന്നെ ആയിരുന്നു. ആദ്യമായിട്ടാണോ കലോത്സവം? അല്ല, ആദ്യമായിട്ടല്ല, കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തു, പക്ഷേ സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞതിനെക്കാട്ടിലും എങ്ങനെ കോമ്പറ്റീഷൻ നല്ല ടഫായിരുന്നു? നല്ല ടഫ് തന്നെയായിരുന്നു. ഓരോ വർഷം ചെല്ലുന്തോറും എല്ലാവരും മികച്ചു തന്നെയല്ല, സംസ്ഥാന കലോത്സവം അല്ലേ? നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ചതായിട്ടുള്ള ആളുകളാണ് വരിക. അതെ, ഒരു ജില്ലയിൽ നിന്ന് ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എന്തായാലും അതിൻ്റെ ഒരു വാശി വീറൊക്കെ കാണും. അപ്പം എങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് അവതരിപ്പിക്കുമല്ലേ? യാ ഹബീബി കുന്ത തബ്കി ഷാകിയാ യാ ഹനൂനി നിംത ഖബ്റൻ മുഫ്നിയാ വജ്ഹുകൽ ബസ്സാമു തുജ്റഹു വദ്ദമു يسطر الأغلام فيه راثيا كنت في بيت صغير جاغيا قنبلات روحك مراقيا قسوة اليهود خطفت دائما في ليال وصباح عاديا. ഇതിൽ എന്താ ഒരു പ്രമേയം പറയുന്നത് എങ്ങനെയാ? ഇത് ഇപ്പോൾ സമകാലിക പ്രസക്തി നൽകിക്കൊണ്ട് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തെയാണ് ഇതിൽ പറയുന്നത്. ഗാസയിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പം സമകാലിക പ്രസക്തി നൽകിക്കൊണ്ടാണ് ഇതിനകത്ത് നമ്മളിത് എങ്ങനെ ചിട്ടപ്പെടുത്തിയത്? ആരാണ് ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തിൽ ഇത് എഴുതി ട്യൂൺ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെ ഇത് മൊയ്തു വാണിമൽ സാറ് എഴുതിപ്പിച്ചതായിരുന്നു. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനാണല്ലോ കൂടുതൽ പ്രസക്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് സാറിനെ കൊണ്ട് എഴുതിപ്പിച്ച സാറാണ് ഇതിന്റെ ലിറിക്സും ആണല്ലേ? എന്തായാലും ഉഷാറായി. അതിൻ്റെ അതിൻ്റെ എഫേർട്ടിനൊരു ഫലം എന്തായാലും ഉണ്ടായിട്ടുമുണ്ട്. അപ്പം അതിൽ ഒരുപാട് സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഒരു കുഞ്ഞു ഉപഹാരം. ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് കേരള വിഷന്റെ ഒരു ചെറിയ